ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് ലേണിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കരിക്കുലം ഓഫ് EDP ആണ്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടൻറ്റാണ് ആ പ്രോഗ്രാമിൽ ആ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ BBA പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിനൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചായിരിക്കും സിലബസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഈ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് EDP എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്, എന്തിനാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുന്നത്. അപ്പോൾ ആ പഠിക്കുന്ന ഒബ്ജക്റ്റീവിലേക്ക് ലീഡ് ചെയ്യണതായിരിക്കണം അതിൻ്റെ കരിക്കുലം, അതിൻ്റെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ സബ്ജക്റ്റിൽ 8 കാര്യങ്ങൾ ഓൺട്രപ്രണർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതായത് ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഒരു പാർട്ടിസിപ്പൻസിന് 8 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് കൊടുക്കണം, ഒരു നോളജ് കൊടുക്കണം, അല്ലെങ്കിൽ സ്കിൽ കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ആദ്യത്തെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആദ്യം മെയിൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഏരിയ ടെക്നിക്കൽ നോളജ് ആൻഡ് സ്കില്ലാണ്. അപ്പം നമുക്കറിയാം ഒരാൾക്ക് ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടാ, ഏതൊക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടാ, ആ ടെക്നോളജിക്ക് എത്രത്തോളം കോസ്റ്റ് ഉണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രാക്ടിക്കലായിട്ട് ഏത് തിയറിയാണ് അതിനെ സപ്പോർട്ടിന്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു നോർമൽ മനുഷ്യൻ ചിലപ്പോൾ അത് അറിയുന്നില്ല. ഒരു ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അറിയണമെന്നില്ല. പക്ഷേ ട്രെയിനിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൽ പറയും ഇന്ന മാനുഫാക്ചറിങ് പ്രോസസ്സാണ്, ഇന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, ഹൈബ്രിഡ് ടെക്നോളജി. അപ്പോൾ നമുക്കറിയാം കാറുകളൊക്കെ കാറെന്നൊക്കെ പറയുന്നത് വലിയ റേഞ്ച് ട്രെയിനിങ് കൊടുക്കുന്ന മാനുഫാക്ചറിങ് ആൾക്കാരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ടെക്സ്റ്റൈൽ ആണെങ്കിൽ ഒക്കെ ഓരോരോ വീവിങ് ടൈപ്പൊക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ അപ്പോൾ ടെക്നിക്കൽ നോളജ്, അതായത് ഏത് ട്രേഡാണോ ഹീ ടേക്കൺ അല്ലെങ്കിൽ ഹീ സെലക്ട് വൺ ട്രേഡ്, ആ ട്രേഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള ഡീപ്പ് നോളജ് കൊടുക്കാൻ ഈ ട്രെയിനിങ്ങിൽ സഹായിക്കും. അതേപോലെ ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണ്, ആ ട്രെയിനിങ്ങിലൂടെ അയാൾക്ക് സൗണ്ടായിട്ടുള്ള തിയറി എന്തൊക്കെയാണ് നീഡായിട്ടുള്ളത്, അതുപോലെ അതിന് ടെക്നോളജിക്ക് അതിന് കോസ്റ്റ് എന്താ, ബെനിഫിറ്റ്സ് എന്താവും, എത്ര ടെക്നോളജി അവൈലബിൾ ആണ്, ഇങ്ങനെ ടെക്നിക്കൽ നോളജിനെ കുറിച്ച് അയാൾ സെലക്ട് ചെയ്ത ട്രേഡിലെ ടെക്നിക്കൽ നോളജിനെ കുറിച്ചുള്ള നോളജും സ്കില്ലും അയാൾക്ക് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ ട്രെയിനിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ് ആണ്. ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ് കൊടുക്കാതെ ഒരു EDP ട്രെയിനിങ് പ്രോഗ്രാം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ സാധാ ഒരു എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് അവസാനിക്കും. ശരിക്കും ഓൺട്രപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ പാർട്ടിസിപ്പൻസിന് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. എന്താണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ? ശരിക്കും പറഞ്ഞാൽ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ട്രൈറ്റ്, ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ഓൺട്രപ്രണേഴ്സിന് ഉണ്ടാവണം. അല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അയാൾക്ക് സക്സസ് ആവാൻ പറ്റില്ല. ഓൺട്രപ്രണറിയൽ ജേർണിയിൽ ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടാവും, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവാം. പക്ഷേ അത് അച്ചീവ് ചെയ്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഓൺട്രപ്രണറെ പോലെ അത്രയും നല്ല ഒരു കരിയർ വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവരെടുക്കുന്ന കരിയർ, നിങ്ങൾ സെലക്ട് ചെയ്ത ഡിസിഷൻസ് കറക്റ്റാണ്, നിങ്ങൾ ഓൺട്രപ്രണർ ആവേണ്ട ആൾ തന്നെയാണ്. അത്തരത്തിൽ ഓൺട്രപ്രണറിനെ സപ്പോർട്ട് ചെയ്യണം. ആ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സക്സസ്ഫുൾ ആവാൻ. സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവുകയാണെങ്കിലും ഉള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ നമുക്കറിയാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണറോ വേറെ ഏത് മേഖലയിലായിക്കോട്ടെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈറ്റ്സ് അയാളുടെ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലാണ് അയാൾക്ക് കോൺഫിഡൻസും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തളർന്നു പോകും. 2 ബിസിനസ് 3 ബിസിനസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്ലോപ്പ് ആയാലൊക്കെ തളർന്നു പോകും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത് ഓൺട്രപ്രണർക്ക്. മൂന്നാമത്തത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആണ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു വയബിൾ പ്രൊജക്റ്റാക്കി മാറ്റാൻ പറ്റിയ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൽ ഈ പ്രൊഡക്റ്റ് സെലക്ഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമുള്ള ഡിലേ ഇല്ലാതിരിക്കാനും കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടി
വേണ്ടിയിട്ടുള്ള എല്ലാ അഡ്വൈസസും സൂപ്പർവിഷൻസിനും ട്രെയിനിങ് ഷെഡ്യൂൾസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്ട്സ് ആണ്. അതായത് നമുക്കറിയാം എല്ലാവർക്കും ഓരോരോ ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ അത് പ്രാക്ടിക്കലാക്കിയാലാണ് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ ഐഡിയ ടൈം ബൗണ്ട് ആയിട്ട് തന്നെ പ്രാക്ടിക്കലാക്കുക. അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റഡിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് എലിമിനേഷൻ നടത്തിയപ്പോൾ കുറേ ആൾക്കാർ പേപ്പർ ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് എലിമിനേഷൻ ഉണ്ട്. അതർ സ്റ്റേറ്റുകളൊക്കെ ഈ പ്ലാസ്റ്റിക്കുകൾക്ക് പകരം പേപ്പർ ബാഗുകളൊക്കെ കുറേ തമിഴ്നാടും കർണാടകയിലൊക്കെ തുടങ്ങിയതിന് ശേഷം വളരെ ലേറ്റായിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോസ്പെക്റ്റീവ് ബിസിനസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എത്ര പേരത് മനസ്സിലാക്കിയിട്ട് പേപ്പർ ബാഗ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം സക്സസ്ഫുള്ളായിട്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. അത് പ്രൊജക്റ്റ് ടൈം ബൗണ്ടായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കൊറോണ വൈറസ് വന്നപ്പോൾ സാനിറ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്ത് ബിസിനസ്സായി നമ്മൾ പ്രോസ്പെക്ട്സ് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ ടൈം ബൗണ്ടായിട്ട് കൊണ്ടുപോകാൻ എല്ലാ സപ്പോർട്ടും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ ഓണ്ടർപ്രണർക്ക് കൊടുക്കും. പിന്നെ സപ്പോർട്ട് സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ, അതായത് ഒരു ഓണ്ടർപ്രണർ ആവണമെങ്കിൽ അയാൾക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് അവൈലബിൾ ആണ് സർക്കാരിൽ നിന്ന്. അല്ലെങ്കിൽ അങ്ങനെ അത് തന്നെ ചെയ്യുന്ന എന്താ പറയുക പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാകും. അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ബാങ്കോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഏജൻസീസൊക്കെ ഉണ്ടാകും. ഈ ഏജൻസീസിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് നമ്മൾ ആ ഫീൽഡിലല്ലല്ലോ, നമ്മൾ സാധാരണ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഓണ്ടർപ്രണർ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആര് കൊടുന്നു തരും? നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ കിട്ടും. പിന്നെ പറയുന്ന ഒരു ഒബ്ജക്റ്റീവ്സാണ് മാർക്കറ്റ് സർവേ. ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവണമെങ്കിൽ നമ്മുടെ സ്റ്റോർ ഹൗസിൽ ഇരുന്നുകൊണ്ട് ആ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവില്ല. പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ അതെന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേറെ എവിടെയൊക്കെ ഉണ്ട്? ഈ